മറ്റു രൂപത്തിൽ പ്രചരണം കഴിച്ചുകൊണ്ട് ഈ മൈതാനത്ത് കൊടിമരം തകർത്തുകൊണ്ടോ ഞങ്ങളുടെ പാവപ്പെട്ട തൊഴിലാളി സഹാക്കളെ ആക്രമിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ടതില്ല. അങ്ങനെ ഞങ്ങളെ ആക്രമിച്ച് കൊടിമരം പിഴുതും ഞങ്ങളെ കളയാനായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഭൂമുഖത്തുണ്ടാകുമായിരുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ ജനാധിപത്യക്കാരും ഒക്കെ ഒരു കാലഘട്ടത്തിൽ കെട്ടിവെച്ച കാശ് കിട്ടാത്ത കാലഘട്ടത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ വന്നവരാണ് ഞങ്ങളൊക്കെ. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ നടന്ന് പ്രവർത്തനം നടത്തിയവരാണ്. സംഘടിക്കാനും സഞ്ചരിക്കാനും സംസാരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ പൗരാവകാശ സംശയങ്ങൾക്കെതിരെ പടവാളികൾ എത്തിവന്നവരാണ്. ജനാധിപത്യാവകാശങ്ങൾക്കെതിരെ പോരാട്ടം നയിച്ചു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഓലപ്പാമ്പിട്ട് പീഡിപ്പിച്ച് വലിയ അക്രമങ്ങൾ ലക്ഷ്യമിട്ടും ഇതെല്ലാം നശിപ്പിച്ചും ഞങ്ങളെ ശരിപ്പെടുത്തി കളയാം എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സഹാക്കളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാമെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ആ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പൊ വികസന രംഗത്ത് സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ ഗവൺമെന്റിനെതിരായി പല രൂപത്തിലുള്ള കലാപങ്ങൾ അഴിച്ചുവിട്ട് നോക്കിയിട്ടൊന്നും ഒരു തരത്തിലും കളിച്ചു പിടിക്കില്ല. അവസാനം നിങ്ങൾ കണ്ടു, നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും എല്ലാം വലിയ പ്രചാരണം കൊടുത്തുകൊണ്ട് ഇവിടെ നടന്ന ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് അവർ തീരുമാനമെടുത്തതാണ്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന രംഗത്ത് പിന്നിട്ട വർഷത്തെ ശബരിമല തീർത്ഥാടനത്തിൽ മകരവിളക്ക് കാലഘട്ടത്തിൽ ഒരു തീർത്ഥാടകന് ഒരു പരാതിയില്ലാതെ പരാതിരഹിതമായ ഒരു തീർത്ഥാടനം സംഘടിപ്പിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും അതുപോലെ തന്നെ ശബരിമലയ്ക്ക് നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡിനും കഴിഞ്ഞിരുന്നു എന്ന യാഥാർത്ഥ്യം ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒരുപോലെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെയും അതേപോലെ തന്നെ BJPയുടെ നേതാക്കന്മാരുടെയും എല്ലാം കമന്റുകൾ ദൃശ്യമാധ്യമങ്ങളിൽ വന്നിട്ട് നിങ്ങൾ കണ്ടതാണ്. ഒരാളും ഒരു പരാതി പറഞ്ഞില്ല. 53,60,000 പേർ വന്നിരുന്നു. അന്ന് വന്നുപോയിരുന്ന ശ്രീലങ്കക്കാര് ഞങ്ങളുടെ മുമ്പിൽ വെച്ചൊരു ആശയമാണ് ആദ്യമായി. ഞങ്ങളെല്ലാം വിദേശത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഞങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് എന്തൊക്കെ പശ്ചാത്തല വികസനം ഇവിടെ വരണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിച്ചുകൂടാ എന്ന ആശയം മുമ്പ് തന്നെ അവർ മുന്നോട്ട് വെച്ച് ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത്തരമൊരു ആഗോള അയ്യപ്പ സംഘം എന്ന ആശയം മുന്നിൽ വെച്ച് തീരുമാനമെടുത്ത് ഗവൺമെന്റിനോട് സഹായം അഭ്യർത്ഥിച്ചു. തീരുമാനമെടുക്കാനുള്ള അവകാശാധികാരങ്ങൾ ബോർഡിനാണ്. സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡാണ്. അതിനെ സഹായിക്കുകയാണ് ഗവൺമെന്റ് ചുമതല. എല്ലാ അർത്ഥത്തിലും സഹായിക്കുമെന്ന് പറഞ്ഞു. സംഘാടക സമിതി രൂപീകരിച്ചു. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഞങ്ങൾ MLA-മാരെയും അതുപോലെ മന്ത്രിമാരെയും അതേപോലെ ജനപ്രതിനിധികളെയും എല്ലാം ക്ഷണിച്ചു. ആഗോള അയ്യപ്പ സംഘം പ്രഖ്യാപിച്ചതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പല രൂപത്തിൽ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി ചില കേന്ദ്രങ്ങളിൽ ഇതൊക്കെ നടത്താൻ ഞങ്ങൾക്കല്ലേ അവകാശമുള്ളൂ. ഞങ്ങളല്ലേ ഹൈന്ദവരുടെയും വിശ്വാസികളുടെയും അതോറിറ്റി. നിങ്ങൾക്ക് ഇതൊന്നും നടത്താൻ എന്ത് അവകാശമെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി വന്നു. കേരള ഹൈക്കോടതി ആ ഹർജി തള്ളി സംഗമം നടക്കട്ടെ, അതിന്റെ നിബന്ധനകളും നിഷ്കർഷിച്ചിരുന്നു. തുടർന്ന് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം കേരള ഹൈക്കോടതി സ്വീകരിച്ച അതേ മാർഗം തന്നെ സ്വീകരിച്ചുകൊണ്ട് ആ ഹർജി തള്ളി സംഗമം നടക്കട്ടെ എന്ന കാര്യം പറഞ്ഞു. കേരളത്തിലെ ഏതാണ്ട് 27ഓളം സാമൂഹ്യ ശക്തികൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചു മുന്നോട്ട് വന്നു. NSS-ഉം SNDP-യും KPMS-ഉം അതുപോലെ തന്നെ വിശ്വകർമ്മയും അതേപോലെ തുടങ്ങിയിട്ടുള്ള സംഘടനകളെല്ലാം പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നു. അതിൽ ഭരണപക്ഷത്തുനിന്നും പ്രതിപക്ഷത്തുനിന്നും ആളുകൾ പങ്കെടുക്കും. അത് ജനപ്രതിനിധികളായിരിക്കും. രാഷ്ട്രീയ പാർട്ടികളെയും ആരെയും അതിൽ ക്ഷണിച്ചിരുന്നില്ല. ഇത്തരം ഒരു ഘട്ടം വരുമ്പോൾ ഇതിനെതിരായിട്ടുള്ള പല രൂപത്തിലുള്ള പ്രചരണങ്ങളും മറ്റു കാര്യങ്ങളുമായി പലരും രംഗത്ത് വന്നു. ആ രംഗത്ത് വന്ന കൂട്ടർക്ക് അവസാനം നിഷ്ഫലമാകുന്ന രൂപത്തിൽ ഞങ്ങൾ തീരുമാനിച്ചത് 3000 പേർ പങ്കെടുക്കുക എന്നുള്ളതാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. പോർട്ടൽ തുറന്നു. 5020 പേർ രജിസ്റ്റർ ചെയ്തു. പക്ഷെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയിച്ച് കൂടുതൽ പ്രാവശ്യം ശബരിമലയിൽ വന്നുപോയി വരും. വിവിധ സംഘടനകളുടെ പ്രതിനിധികളും എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുള്ള പ്രാതിനിധ്യവും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യവും ഉറപ്പാക്കിക്കൊണ്ട് നോംസ് ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാതിനിധ്യം തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ആളുകൾ അതിൽ കടന്നു വന്നു. 3000 തീരുമാനിച്ചെങ്കിൽ 4126 പേർ ആ സംഗമത്തിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്തു. ആ 4126 പേരിൽ 182 പേർ 15 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള UK-യിൽ നിന്ന്, അതുപോലെ USA-യിൽ നിന്ന്, യൂറോപ്യൻ നാടുകളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന്, സിംഗപ്പൂരിൽ നിന്ന്,
ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഏറ്റവും കൂടുതൽ ഡെലിഗേഷൻ ശ്രീലങ്കയിൽ നിന്നായിരുന്നു 39 പേരായിരുന്നു. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ കേരളത്തിന് വെളിയിൽ നിന്ന് തന്നെ 2126 പേർ പങ്കെടുത്തു. ഇതെല്ലാം ചേർത്ത് 4116 പേർ 26 പേർ ആ സംഗമത്തിൽ സംബന്ധിച്ചു. ആ സംഗമം വിജയകരമായി മാറി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു വലിയ രൂപത്തിലുള്ള ഉദ്ഘാടന പ്രസംഗം നിങ്ങളെല്ലാം ലൈവായി ശ്രദ്ധിച്ചവരാണ്. എന്താണ് ശബരിമല? ഞങ്ങൾ ശബരിമലയെ ഈ രൂപത്തിൽ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി കാണാൻ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നു? അതിന്റെ കാര്യകാരണ സഹിതമല്ല, വിശ്വാസി സമൂഹത്തിന്റെ താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉദ്ഘാടന പ്രസംഗത്തിൽ വന്നു. കേരളത്തിലെ മന്ത്രിമാരും മിക്കവാറും പേർ പങ്കെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ 2 മന്ത്രിമാർ അതിൽ പങ്കെടുത്തിരുന്നു. പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ ശക്തിയുടെ നേതാക്കന്മാരൊക്കെ വേദിയിലും സദസ്സിലുമായി എത്തിച്ചേർന്നു. ആ സമ്മേളനം പൊതുവിൽ 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, ഏതാണ്ട് 1033 കോടി രൂപയ്ക്ക് പുതിയ വികസനം നടപ്പാക്കേണ്ട 3 ഘട്ടങ്ങളിലായി നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി തന്ന മാസ്റ്റർ പ്ലാൻ. ശബരിമലയുടെ പാരിസ്ഥിതിക അവസ്ഥ സംരക്ഷിച്ചും അടിസ്ഥാന സൗകര്യ വികാസത്തിനും ക്രിയാത്മക നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടുള്ള ആ മാസ്റ്റർ പ്ലാനിലെ 3 ഘട്ടങ്ങളായി നടപ്പാക്കുമ്പോൾ സന്നിധാനത്തിലും പമ്പയിലും നിലയ്ക്കലും വരുത്തേണ്ട മാറ്റങ്ങൾ. ഇതായിരുന്നു ചർച്ചയിൽ ഒന്നാമത്തെ അജണ്ട, ഒരു സെഷൻ. രണ്ടാമതായി അതിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചുമതലപ്പെടുത്തിയത് മുൻ ചീഫ് സെക്രട്ടറി മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറുമായിരുന്ന കെ ജയകുമാർ IAS അവരുകളായിരുന്നു. രണ്ടാമത്തെ സെഷൻ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ചുമതലപ്പെടുത്തിയത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സാമ്പത്തിക ഉപദേഷ്ടാവുമായിരുന്ന TK നായരായിരുന്നു. അദ്ദേഹമായിരുന്നു രണ്ടാമത്തെ സെഷൻ ആ സെഷനായിട്ട് എങ്ങനെയാണ് ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് സെന്ററായി ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ മാറ്റി തീർക്കുക. നല്ല ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആരായിരുന്നു അദ്ദേഹം. മൂന്നാമത്തെ സെക്ഷൻ കൈകാര്യം ചെയ്തത് മുൻ DGP ജേക്കബ് യൂനുസിന്റെ നേതൃത്വമുള്ള പോലീസ് മേധാവികളായിരുന്നു. എങ്ങനെ ക്രൗഡ് മാനേജ്മെന്റ്. ഈ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്തത്. 3 ചർച്ചകളും കഴിഞ്ഞതിന് ശേഷം പ്രതികളെ എത്തിക്കൊണ്ട് കൂട്ടായെടുത്ത തീരുമാനം ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് അവസാനം കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇതാകെ പരിശോധിച്ചു വന്ന ക്രിയാത്മക നിർദ്ദേശങ്ങളും ചർച്ചയിൽ തിരിച്ചിരിഞ്ഞ അഭിപ്രായങ്ങളും എല്ലാം ക്രോഡീകരിച്ച് ശബരിമലയുടെ ഭാവി വികസനം അർത്ഥപൂർണമാക്കാൻ നമുക്കൊരു DPR ഉണ്ടാവണം. ആ DPR കേന്ദ്രീകരിച്ച് സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തണം. അതിനനുസരിച്ച് മാസ്റ്റർ പ്ലാനുമായി മുന്നോട്ട് പോകണം. ഇതായിരുന്നു പ്രധാനമായും അയ്യപ്പ സംഗമത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. അത് വിജയം കണ്ടു. നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ 3000 പേരെ വെച്ച് നടത്താൻ തീരുമാനിച്ചത് 4126 പേർ പങ്കെടുത്തു എന്ന് മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത സങ്കേതങ്ങളിൽ എല്ലാം ആളുകൾ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ സന്ദേശവും 2 മന്ത്രിമാരെയും അദ്ദേഹം അറിയിച്ചിരുന്നു. അതുപോലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു സന്ദേശം വന്നു. ഞങ്ങൾ ക്ഷണിച്ചിരുന്നത് ശബരിമലയിൽ മുമ്പ് വന്നുപോയ മുഖ്യമന്ത്രിമാരെ എല്ലാം ക്ഷണിച്ചിരുന്നു. ശബരിമലയിൽ എത്താറുള്ള കേന്ദ്രമന്ത്രിമാരെ 5 പേരെ ക്ഷണിച്ചിരുന്നു. അവർ വരാൻ പലരും താല്പര്യപ്പെട്ടപ്പോൾ രാഷ്ട്രീയമായ വിലക്ക് അവർക്ക് വന്നില്ല. ആദ്യം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ സക്സേന വരുമെന്ന് ഞങ്ങൾ മെസ്സേജ് വന്നതാണ്. പക്ഷെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം മറ്റു കാര്യങ്ങൾ പറഞ്ഞൊഴിയുകയാണ്. ഏതായാലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ മെസ്സേജ് വന്നത് മറ്റൊന്നുമായിരുന്നില്ല. ഈ ആഗോള തീർത്ഥാടക അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം അഭിനന്ദിച്ചുകൊണ്ടും അതിന് ആശംസകൾ നടന്നുകൊണ്ടും ശബരിമലയുടെ ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് താല്പര്യപൂർവ്വമുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുമാണ്. ഇതിനെ മറ്റു ചില രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുന്നോട്ട് വന്നു. അത് നിർഭാഗ്യകരമായി പോയി എന്ന് പറയട്ടെ. ഞങ്ങൾ ഈ കാര്യത്തിൽ ഭരണഘടനയെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഭരണാധികാരി എന്ന രൂപത്തിലും അയ്യപ്പ ദർശനത്തിന് വരുന്ന ഭക്തന്മാരെന്ന രൂപത്തിലും ഇവരെ ക്ഷണിക്കുമ്പോൾ കക്ഷിയോ രാഷ്ട്രീയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെയാണ് ക്ഷണമെന്ന കാര്യം വ്യക്തമല്ലേ? അതിനെ സങ്കുചിതമായ രൂപത്തിലും ഭാവത്തിലും കാണാൻ വന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സവർക്കറുടെ ചിത്രത്തിന്റെ മുമ്പിലും ഗുരുജി ഗോൾവൽക്കറുടെ മുമ്പിലും ചിത്രം വെച്ച് തിരികൊളുത്തുമ്പോൾ ആ തിരികൊളുത്തി അവിടെ കൈകൂപ്പി നിൽക്കുന്ന ദാസ്യപ്രണിയല്ല ശബരിമലയിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ക്ഷണിച്ച മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിലുണ്ടായത്. അപ്പോൾ ഈ കാര്യത്തിൽ കൃത്യമായി തിരിച്ചറിയേണ്ടത് ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുന്ന ഒരു ഭരണാധികാരി ശബരിമലയിലെ അയ്യപ്പദാസനാണെങ്കിൽ നിശ്ചയമായും അവരവിടെ വരുന്നതിൽ ആർക്കും തർക്കമില്ല. അതിൽ കക്ഷിയോ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഈ ആഗോള അയ്യപ്പ സംഘത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ തെളിവാണ്. അതുകൊണ്ടത്തിൽ ആ ആഗോള അയ്യപ്പ സംഘം ഏറ്റവും വിജയകരമായി പര്യവസാനിച്ചു കഴിഞ്ഞപ്പോ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ചേർന്ന് മറ്റൊരു രൂപത്തിലേക്ക് ഈ വിഷയങ്ങളെ തിരിച്ചുവിടാൻ ശ്രമിച്ചു. അതിൽ ചില പ്രത്യേക താല്പര്യങ്ങളിൽ നിൽക്കുന്ന മാധ്യമങ്ങളും
അതുപോലെ തന്നെ രാഷ്ട്രീയഗതിയെ അനലൈസ് ചെയ്യുന്ന കൂട്ടരുമല്ല ഇതാ കേരളത്തിൽ മൂന്നാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് വഴിയൊരുക്കി ഇതാ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പ്രതിപക്ഷം വലിയ ബഹളത്തിൽ, വലിയ അസ്വസ്ഥതയിൽ, അസംതൃപ്തിയിൽ, അസഹിഷ്ണുതയിൽ അവർ അരാജകത്വം അടരാടാൻ വേണ്ടി തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ കുറ്റക്കാരാണോ? ഇടതുപക്ഷ ജനാധിപത്യം ഏതെങ്കിലും രാഷ്ട്രീയ വേദി ഉയർത്തിയോ? ഒരു രാഷ്ട്രീയ ഉയർത്തിയില്ലെന്ന് മാത്രമല്ല, വിശ്വാസ സമൂഹത്തിന്റെ താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് ശബരിമലയുടെ വികസനം മാത്രം ലക്ഷ്യമാക്കി നടത്തിയിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമത്തെ ശ്രദ്ധ തിരിച്ചുവിട്ടതും ആ രൂപത്തിലേക്കും കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും BJP അല്ലേ? എങ്ങനെയാണ് പ്രതിപക്ഷവും BJP രാഷ്ട്രീയം കൊണ്ടുവന്നത് നിങ്ങൾ തിരിച്ചറിയണം. പ്രതിപക്ഷം ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2 മെമ്പർമാരും പ്രതിപക്ഷ നേതാവിനോട് ഈ ചടങ്ങിൽ പങ്കെടുക്കണം, ഞങ്ങൾ ക്ഷണിക്കാൻ വരുന്നു, ഞാൻ ഗൾഫിന് പോവാണ്, 2-ാം തീയതി കാണാം, വീട്ടിൽ കാണാം. 2-ാം തീയതി വീട്ടിൽ ചെല്ലുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം കയറി അകത്ത് മുറിക്ക് കഥകടച്ചു കിടന്നു. എന്നിട്ട് പേഴ്സണൽ സ്റ്റാഫിനോട് പറഞ്ഞു, ഇപ്പൊ എഴുന്നേക്കില്ല എന്ന് പറയാം. നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എനിക്കറിയുമോ? കേരളത്തിലെ ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദിവംഗതനായ മമ്മത്ത് പത്മനാഭനെ. അതിൽ 2-ാമത്തെ മെമ്പർ ദിവംഗതനായ ആർ ശങ്കറായിരുന്നു. 3-ാമത്തെ ആൾ ജയശങ്കരൻ തമ്പിയാരായിരുന്നു. അപ്പൊ ഏറ്റവും വലിയ രൂപത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ ദേവസ്വം ബോർഡ് മെമ്പർമാരായി തുടങ്ങിയ ദേവസ്വം ബോർഡ് ഇന്നും അതിന്റെ പരമാധികാരം നിലനിർത്തിക്കൊണ്ട് അതിന്റെ സാറ്റിറ്ററി ബോർഡ് പ്രവർത്തിച്ചു പോകുമ്പോൾ അവിടെ വരുന്ന പ്രസിഡന്റായിരുന്നാൽ ആരായിരുന്നാലും ആ പദവിക്ക് ഒരു ഉന്നതമായ മൂല്യമുണ്ട്. ആ ദേവസ്വം ബോർഡും മെമ്പർമാരും ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ 2 ഡയറക്ടർമാരും കൂടി ചേർന്ന് 3 പേരും കൂടി ചെല്ലുമ്പോൾ പ്രതിപക്ഷ നേതാവാകേണ്ട സാമാന്യ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നാൽ പോലും തങ്ങളെ കാണാൻ നാട്ടിലെ ജനപ്രതിനിധികളും ആരെങ്കിലും കടന്നു വന്നാൽ വീട്ടിനകത്ത് കയറി കഥകടച്ച് കിടന്നിട്ട് അവിടെ ക്ഷണം സ്വീകരിക്കാതെ കത്ത് വെളിയിൽ കൊടുത്തേക്കാൻ പറയുന്ന ഒരു സംസ്കാരം ഏതു തരത്തിലുള്ള സംസ്കാരമാണ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു പ്രതിപക്ഷ നേതാവിനെ മനസ്സിലാക്കാൻ ഇതിൽ പരം കുറവല്ലോ. ഒരു സാമാന്യ മര്യാദ, കേവല മര്യാദ, ആതിഥേയ സംസ്കാരത്തിന്റെ ഉന്നത ഉദാത്തമായ മാതൃക. നമ്മുടെ വീട്ടിൽ എത്ര ശത്രുക്കൾ കയറി വന്നാലും നമ്മുടെ വീട്ടിൽ ഇരിക്കാൻ പറയുന്ന ഒരു മാന്യത കേരളീയ സംസ്കാരത്തിനുണ്ട്, ഭാരത സംസ്കാരത്തിനുണ്ട്, ആതിഥേയ സംസ്കാരത്തിനുണ്ട്. ഈ പ്രതിപക്ഷ നേതാവ് അവരെ സ്വീകരിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ കത്ത് വാങ്ങണ്ടേ, മുറിയർച്ച അകത്തിരിക്കുന്നത് ഇല്ലെന്ന് പറയാം. എത്ര അപമാനകരമായ, അപഹാസ്യമായ നിലപാട് ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു. നമ്മൾ എത്രയോ പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ടതാണ് ഈ കേരളം. ബഹുമാനായ കരുണാകരനെ കാണാൻ പോയിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ആന്റണിയെ കാണാൻ പോയിട്ടുണ്ട്, ബഹുമാനായ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയിട്ടുണ്ട്, ബഹുമാനായ രമേശ് ചെന്നിത്തലയെ കാണാൻ പോയിട്ടുണ്ട്. എത്ര മാന്യമായി അവർ പ്രതിപക്ഷത്തു നിന്ന് പ്രതിപക്ഷത്തു വന്നാൽ അവരോട് പെരുമാറുന്ന രംഗം നമ്മളൊക്കെ കാണാനുള്ള ഇവരോടൊക്കെ സംസാരിച്ചും സഭയ്ക്കകത്തും പുറത്തും ഇടപെട്ടതിന്റെ അനുഭവം എനിക്കുണ്ട്. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സഭയിലെ അംഗമായിരുന്നതാണ്. സമയത്തോടെയും സഹിഷ്ണുതയോടെയും സംയമനത്തോടെയും എങ്ങനെയാണ് ഒരു ലീഡർഷിപ്പ് സഭയിൽ പെരുമാറേണ്ടത്, അവിടെയാണ് യഥാർത്ഥത്തിൽ ലീഡർ ജനിക്കുന്നത്. അങ്ങനെ ജനിക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രകടനം കണ്ടിട്ടുള്ള നമ്മുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ വില കുറഞ്ഞ സമീപനങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ സമൂഹം അത് അംഗീകരിക്കുക. മാത്രവുമല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് എത്തുന്ന സാഹചര്യം വരികയാണ്. ഞാൻ അസംബ്ലി പ്രസംഗിച്ചു. ഈ പ്രാവശ്യത്തെ അസംബ്ലിയിൽ തന്നെ ബഹളമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി പുറത്തു പോകുമ്പോൾ എന്തിനാണ് നിങ്ങൾ പ്രശ്നമുണ്ടാക്കി പോകുന്നത്? ആ പോകുന്നതിന്റെ കഥയോട് ഞാൻ പറഞ്ഞു വരുമ്പോഴേ ബാക്കി കാലം വരുള്ളൂ. 20-ാം തീയതിയാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുന്നത്. സെപ്റ്റംബർ മാസം 17-ാം തീയതി ഒരു പ്രമുഖ ചാനൽ വഴി ഒരു വെളിപ്പെടുത്തൽ വരികയാണ്. ആ വെളിപ്പെടുത്തൽ ആരാണെന്നറിയോ? ഇന്ന് ശബരിമല മോഷണ കേസിലെ 1-ാം പ്രതിയായി വരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വെളിപ്പെടുത്തലുകാരൻ. എന്താ വെളിപ്പെടുത്തിയത്? ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അടർത്തിക്കൊണ്ടുപോയി പടി അത് കാണാനില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തൽ വന്നു 3-ാം ദിവസം പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിൽ വരുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിലെ വിജിലൻസോട് അതിന് സമഗ്രമായ അന്വേഷണം നടത്താൻ പറഞ്ഞു. അവർ അന്വേഷണം നടത്തി 28-ാം തീയതി, കൃത്യമായി പറഞ്ഞാൽ 17-ാം തീയതി വെളിപ്പെടുത്തുന്നു, 20-ാം തീയതി സംഗമം നടക്കുന്നു, 28-ാം തീയതി ഈ വെളിപ്പെടുത്തൽ നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കാണാനെന്ന് പറഞ്ഞ പീഠം കണ്ടെടുക്കുന്നു. അപ്പൊ പരാതിക്കാരൻ പ്രതിയായി വരുന്ന രൂപത്തിലേക്ക് നമ്മൾ കാണുന്നു എന്ന വെളിപ്പെടുത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ചാനലിൽ കൂടി വാർത്ത വന്നപ്പോ നമ്മുടെ എളമ്പള്ളി വാസുദേവൻ എന്ന് പറയുന്ന എളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു കൂട്ടാളി, അവന്റെ കയ്യിലായിരുന്നു യഥാർത്ഥത്തിൽ ഈ പടി സൂക്ഷിച്ചിരുന്നത് എന്നതറിയാം.
അപ്പൊ വാർത്ത കണ്ടപ്പോ അവൻ ഭയപ്പെട്ടിട്ട് ഇവനെ വിളിച്ചു, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, ഇതാ വാർത്ത വരുന്നു, ഇനി സൂക്ഷിച്ചിരിക്കാൻ പറ്റില്ല, എന്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാം. 4 വർഷമായി അവന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. 4 വർഷമായി ഇവൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അവൻ പിറ്റേ ദിവസം ഇതെടുത്ത് തിരുവനന്തപുരത്ത് പോയി നേരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലെത്തിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് സ്വന്തം സഹോദരി വെഞ്ഞാറമ്മൂട്ടിലുള്ള സഹോദരിയുടെ വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ചു വയ്ക്കുന്നു. പരാതി വന്നതിനെ തുടർന്ന് 28-ാം തീയതി ദേവസ്വം ബോർഡ് വിജിലൻസിനെ ചോദ്യം ചെയ്തപ്പോ ഇല്ലി പറയുന്നത് പോലെ വാസുദേവൻ പറഞ്ഞു, ഞാൻ അവിടെ കൊണ്ട് ഏൽപ്പിച്ചു, അവൻ കൊണ്ടുപോയിട്ടുണ്ട്. പുറകെ അന്വേഷിച്ച് ചെന്നപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ പാളി കണ്ടെടുക്കുന്നു, പടി കണ്ടെടുക്കുന്നു. ആരാണ് പ്രതി? പരാതി ഉന്നയിച്ചത് ആരാണ്? എവിടുന്നാണ് കണ്ടെടുത്തത്? വാഴൂപ്പടി വരെ പോണോ ഇതിന്റെ പിന്നിൽ? അതിൽ ഈ ഒരു ചാനലിൽ വന്നു എന്ന് ചോദിക്കുന്നു. അതോട് പറഞ്ഞെങ്കിൽ അതിന്റെ പൂർണ്ണമാകും. രാജീവ് ചന്ദ്രശേഖരൻ ചെയർമാനായിട്ടുള്ള ചാനലാണ് ഈ 17-ാം തീയതി ഇവന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോ ഇനി രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞതൊന്നും ഞാൻ പറയുന്നില്ല. ആ ചാനലിലാണ് വന്നത്. ബാക്കി കാര്യം നിങ്ങൾ ഓർമ്മിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. BJPയുടെ നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലാണ് ഇവൻ വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തിയത് പിന്നീട് ഇതിന്റെ വാർത്തകൾ പിന്നോട്ട് വരുമ്പോൾ പല രൂപത്തിലാക്കി അവിടെ മാറ്റുകയാണ്. ആ വെളിപ്പെടുത്തൽ പോലും അവർ അംഗീകരിക്കുന്നില്ല. ഏതായാലും 28-ാം തീയതി കൃത്യമായത് കണ്ടെടുത്തു. ഹൈക്കോടതി ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ പറഞ്ഞു. സമഗ്രമായ അന്വേഷണം നടത്തി വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു ഹൈക്കോടതിക്ക്. ഇത് വന്ന ഉടൻ തന്നെ ഞാൻ കൃത്യമായി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു, ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു നിലപാടുണ്ട്. ആ നിലപാട് മറ്റൊന്നുമല്ല, ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. ഗവൺമെന്റ് അഭിപ്രായം ഒന്നുകിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക ടീം, അതല്ലെങ്കിൽ കേരള പോലീസിലെ വിജിലൻസിന്റെ ഉന്നത ടീം, ഇതിലേതെങ്കിലും ഒരു ടീം, ഉന്നത ടീമിനെ വെച്ച് അന്വേഷിക്കണം സമഗ്രമായി. 998 മുതൽ ഇതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും വെളിയിൽ വരണം. ഇതാണ് ഗവൺമെന്റ് അഭിപ്രായം. ഇതായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. ഇത് ഞങ്ങൾ പറഞ്ഞു നേരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോടതി കൊടുക്കാൻ പറഞ്ഞു. നേരിട്ട് ഞങ്ങളല്ല കൊടുക്കുന്നത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് കൊടുക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം ദേവസ്വം ബെഞ്ചിന്റെ മുമ്പിൽ ഗവൺമെന്റ് അഭിപ്രായവും ദേവസ്വം ബോർഡിന്റെ അഭിപ്രായവും എത്തിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, വിജിലൻസ് റിപ്പോർട്ടുകളുടെ കോടതിയിൽ വന്ന് ആ കാര്യത്തിൽ SIT പ്രഖ്യാപിച്ചു. SIT എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡറിന്റെ ADGP ആയിട്ടുള്ള വെങ്കടേഷ് മേൽനോട്ടം വഹിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള T ശശിധരൻ അന്വേഷണ ഉദ്യോഗസ്ഥനായി, ആ കൂട്ടത്തിൽ മറ്റൊരു SP ഉൾപ്പെടെ ഏതാണ്ട് 1/2 ഡസനിലേറെ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള അന്വേഷണ ടീമിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ആ അന്വേഷണ ടീം പൊതുവിൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, കോടതി 2 കാര്യം എതിരെടുത്ത് പറഞ്ഞു. ഒന്ന്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി 6 ആഴ്ചയ്ക്കുള്ളിൽ സമഗ്രമായ അന്വേഷണവും പൂർത്തീകരിച്ച് റിപ്പോർട്ട് തരണം. 1. 2, ഇടക്കാല റിപ്പോർട്ടും കോടതിക്ക് തരണം. ആ ഇടക്കാല റിപ്പോർട്ട് തരുമ്പോൾ നിശ്ചയമായും സീൽ വെച്ച കവറിലായിരിക്കണം കൊണ്ടുവരേണ്ടത്. ആ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞു, ഇത് മറ്റാരുമായി ഷെയർ ചെയ്യാൻ, മീഡിയയുമായി ഒന്നും ഷെയർ ചെയ്യാൻ തയ്യാറാവരുത്. ഇങ്ങനെ കൃത്യമായി കേരളത്തിന്റെ ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്ത് ഉത്തരവിട്ട് കഴിഞ്ഞപ്പോ ഞങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെ അതിനെ സ്വാഗതം ചെയ്യുന്നു. കൃത്യമായി ഗവൺമെന്റിന്റെ അഭിപ്രായവും കോടതിയുടെ അഭിപ്രായവും ഒന്നായി വന്നിരിക്കുന്നു. 2 അഭിപ്രായമില്ല ഇക്കാര്യത്തിൽ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുത്ത ആ വിഷയത്തെ സംബന്ധിച്ചോളം ആ തീരുമാനത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്യും. അവർ ചിലർ ചോദിച്ചു, നേരത്തെ എന്താ നിങ്ങൾ ഈ കേസ് ഗവൺമെന്റ് കേസ് കൊടുക്കാതെ? ഗവൺമെന്റ് അല്ല കേസ് കൊടുക്കേണ്ടത്. ഇവിടെ ക്രൈം ഉണ്ടായാൽ ക്രൈമിന് കേസെടുക്കാൻ വകുപ്പുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നമ്മുടെ ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണംപള്ളി അടക്കമുള്ള പ്രശ്നങ്ങളിൽ കൃത്യമായി നിരീക്ഷണവും അതോടൊപ്പം തന്നെ ആ രംഗത്ത് എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ടാണ് കോടതി മുന്നോട്ട് പോകുന്നത്. കോടതി തന്നെയാണ് ആദ്യമായി സോമോട്ടോ കേസെടുത്തത്. കോടതി ആദ്യമായി സോമോട്ടോ കേസെടുത്തതിനെതിരായി സംസ്ഥാന ഗവൺമെന്റ് അതിന് സമാന്തരമായ ഒരു കേസെടുത്താൽ കോടതിയെ ധിക്കരിക്കാനാവും. കോടതിയെ ധിക്കരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും വിധികളും മാനിച്ചുകൊണ്ട് തന്നെ കോടതിയുടെ മുമ്പിൽ ഗവൺമെന്റ് പറയാനുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ പറഞ്ഞ് നിഷ്കർഷിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കോടതി സ്റ്റാൻഡിംഗ് കൗൺസിൽ മുമ്പായി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അത് അംഗീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇപ്പൊ സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. അന്വേഷണത്തിൽ ഇപ്പോ SIT അന്വേഷണം ആരംഭിച്ച് FIR എടുത്തു. 1ാമത്തെ FIR-ൽ 10 ഉദ്യോഗസ്ഥന്മാരെയാണ് അതിൽ പ്രതികളാക്കിയിരിക്കുന്നത്. അതിൽ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ. 2ാം പ്രതിയായി ഇപ്പോ അവർ സൂചിപ്പിച്ചതനുസരിച്ച് പത്രത്തിൽ കണ്ടതാണെങ്കിൽ മുമ്പ് പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റായിരിക്കുമ്പോ അവിടെ സെക്രട്ടറിയായി നിയമിച്ച ജയശ്രീയാണ്
ഈ മിൻസ് തിരുത്തി യഥാർത്ഥത്തിൽ ദേവസ്വം അന്നത്തെ 2019 ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ വ്യത്യാസം വരുത്തി ഉത്തരവ് കൊടുത്തത് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരാൾ മുരാരി ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, ഇവരാരും ഇടതുപക്ഷവുമായി കുലബന്ധം പോലുള്ളവരല്ലെന്ന് മാത്രമല്ല ഏത് സംഘടനകളുടെയൊക്കെ ഭാരവാഹികളാണ് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിയുന്നു. ഇനി ഓരോ ഘട്ടങ്ങളിൽ ഇപ്പൊ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയ ബന്ധമൊക്കെ അന്വേഷിച്ചുകൊള്ളുക. അപ്പൊ ഇതൊക്കെ ഏതൊക്കെ രൂപത്തിൽ തിരിഞ്ഞു വരുമെന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. അപ്പോ ഇത്തരം ആളുകൾ ഇത് അപഹരിക്കപ്പെട്ടതിനെ കുറിച്ചോ ഇതിന്റെ ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ചോ ഒരു സന്ദർഭത്തിലെങ്കിലും ഇത്രയും കാര്യങ്ങൾ വെളിയിൽ വന്നിട്ടെന്ന് അവരെ അപലപിക്കാൻ, അവർ ചെയ്ത് തെറ്റായിപ്പോയെന്ന് പറയാൻ ഇതുവരെ പ്രതിപക്ഷം തയ്യാറായോ? ഇവിടെ 2019 മാർച്ച് മാസത്തിലാണ് ആദ്യമായി ദ്വാരപാലക ശില്പം അതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകണമെന്ന് തന്ത്രികൾ നിർദ്ദേശിക്കുന്നത്. ശാസ്ത്രവിധി പ്രകാരം കൊണ്ടുപോകണമെന്ന് ബോർഡ് തീരുമാനിക്കുന്നു. ആ തീരുമാനം കൃത്യമാണ്. അത് തീരുമാനം എഴുതി കൊടുക്കേണ്ടത് സെക്രട്ടറിയാണ്. ഒരു ബോർഡ് തീരുമാനമെടുത്താൽ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സെക്രട്ടറി തീരുമാനം എഴുതി കൊടുക്കുകയും തിരുവാഭരണ കമ്മീഷണർ ഒരാളുണ്ട്, സെക്യൂരിറ്റി ഓഫീസർ ഉണ്ട്, ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ബന്ധങ്ങളുണ്ട്. ഇവരെല്ലാം ചേർന്നാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ച് ചുമതലയുമായി മുന്നോട്ട് പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ അവതാരത്തിന്റെ കയ്യിൽ ഇത് കൊടുത്തുവിടാൻ ആരാണ് നിർദ്ദേശിച്ചത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ കൊണ്ടുപോയി ആദ്യത്തെ കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവന്നപ്പോ തിരിച്ച് അതിന്റെ സ്വർണം പരിശോധിച്ചു, സ്വർണമാണോ എന്ന് പരിശോധിച്ചു. ഇത്തരം കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. അതെല്ലാം ഇപ്പൊ അന്വേഷണത്തിൽ വരേണ്ട കാര്യമായിട്ട് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മളതിൽ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ കൃത്യമായി ഇപ്പോൾ ദേവസ്വം മാനുവൽ അനുസരിച്ച് ഇപ്പോഴത്തെ ഭരണസമിതി ചെയ്ത കൃത്യമായ ഒരു നടപടിയുണ്ട്. ആ നടപടി മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോഴത്തെ ഭരണസമിതി ചെയ്തു, അവർ തന്ത്രികൾ കത്ത് കൊടുത്തപ്പോ ഈ കാലഘട്ടത്തിൽ അതിന് അറ്റകുറ്റപ്പണി നടക്കണമെന്ന് പറഞ്ഞപ്പോ കൃത്യമായി ബോർഡ് തീരുമാനം പ്രോപ്പറായി എടുത്തു. വിധിപ്രകാരം ഇത് കൊണ്ടുപോകണം. അതിൽ മേൽശാന്തി, മന്ത്രികൾ, സെക്രട്ടറി, അതുപോലെ തന്നെ കമ്മീഷണർ, അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സ്, വിജിലൻസ് ഓഫീസർ തുടങ്ങി ബ്ലാക്ക് സ്മിത്ത് അടക്കമുള്ള ആളുകൾ ഉൾപ്പെടെ അവരുടെ സാന്നിധ്യത്തിൽ ക്യാമറ മുഴുവൻ ചുറ്റോട് ചുറ്റും വെച്ച് മുഴുവൻ ഷൂട്ട് ചെയ്ത് കൃത്യമായി എത്രയാണ് ഇത് കൊണ്ടുപോകുന്ന അളന്ന് തൂക്കി മഹസർ എഴുതി കൊണ്ടുപോകുന്ന ദേവസ്വത്തിന്റെ വാഹനത്തിൽ തന്നെ സെക്യൂരിറ്റി ഓഫീസർമാരുടെ അകമ്പടിയോടുകൂടി ചെന്നൈയിൽ എത്തിച്ച് അവിടെ മാത്രം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വാറണ്ടി അദ്ദേഹത്തിന്റെ പേരിലായതുകൊണ്ട് അവിടെ വരാൻ പറയും. അയാൾ ഒപ്പിട്ട് കൊടുക്കണം, വാറണ്ടിയുടെ പേരിലായതുകൊണ്ട്. മുമ്പുണ്ടാക്കിയത് ഇപ്പൊ ഉണ്ടാക്കിയത് 2007 മുതൽ ഇയാൾ അവിടുത്തെ അവതാരമാണ്. അപ്പോൾ ഈ പ്രാവശ്യം അവർ കൊണ്ടുപോയി അതുപോലെ തന്നെ കൃത്യമായി അത് അളന്ന് തൂക്കി തിരിച്ചു കൊണ്ടുവന്ന് ശബരിമലയിൽ വന്നു. അവിടെ കൃത്യമായി ക്യാമറ വെച്ചു, അത് പരിശോധിച്ചു, അളന്ന് തൂക്കി കൃത്യമായി കണക്കെടുത്തു. അവിടെ ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തി. അത് അംഗീകരിക്കപ്പെട്ടു. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെയും കൃത്യമായി അവതരിപ്പിച്ചപ്പോ തിരുവാഭരണം കമ്മീഷനെ ആ സമയത്ത് അറിയിച്ചില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പരാതി വിളിച്ചാൽ ബാക്കിയെല്ലാം പ്രോപ്പറാണ്, അത് അംഗീകരിക്കുന്നു എന്ന് കോടതി പറഞ്ഞു. മറ്റേത് ആ തീർപ്പ് ഏൽപ്പിക്കുകയും ചെയ്തു. അത് കൃത്യമായി 17-ാം തീയതി അവിടെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിന് പകരം 2019 ചെയ്ത കാര്യത്തിൽ ഒരു പ്രോപ്പറായി തീരുമാനമെടുത്തെങ്കിൽ പോലും എടുത്തെടുത്ത് നടപ്പാക്കി രംഗത്ത് ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ഇത്തരത്തിലുള്ള ഒള്ളരുതായ്മകൾ ആരായിരുന്നാലും അതിൽ നിന്ന് പൊന്നടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പൊന്നടിച്ചു മാറ്റിയിട്ടുള്ള ആളുകളെ കയ്യാമം വെച്ച് കൽപ്പുറങ്ങളടക്കുകയും പൊന്ന് ശബരിമല അയ്യപ്പന് തിരികെ കൊടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് അഭിപ്രായമെന്ന് അസംഖ്യമായി ഞങ്ങൾ പ്രഖ്യാപിച്ചു. അത് നടപ്പാക്കുമെന്നാണ് പറയാനുള്ളത്. അതാണ് ഈ പ്രശ്നത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട്. ഗവൺമെന്റ് ആ കാര്യത്തെ സംബന്ധിച്ച് ഒന്നും മറക്കി വെക്കാനില്ല. കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. കൃത്യമായി ആ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അതിൽ മറ്റേത് തരത്തിലേക്ക് അതിനെ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ആര് പരിശ്രമിച്ചിരുന്നാലും യാഥാർത്ഥ്യമല്ലാതാവില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ ഇതുകൊണ്ടൊന്നും കഴിയുകയില്ല. കാരണം അതിൽ ബന്ധപ്പെട്ട കൂട്ടത്തിലെല്ലാം മനസ്സിലായി എന്തായിരുന്നു ഇതിന്റെ പിന്നിലെ ഉദ്ദേശം. ഒരു ബദൽ സംഗമം നിങ്ങൾ കണ്ടല്ലോ. ആരായിരുന്നു ബദൽ സംഘടിപ്പിച്ചത്? BJP. അവിടെ വന്ന് പ്രസംഗിച്ചത് ആരാ? അവിടെ പ്രസംഗിച്ച ഒരു സ്വാമി പ്രസംഗിച്ചത് വാവര് തീവ്രവാദിയാണ്. വാവരും അയ്യപ്പനും തമ്മിലുള്ള ബന്ധം നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ബന്ധത്തെ ദീർഘപ്പെടുത്തി വാവര് സ്വാമിയെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന ഒരു സ്വാമി. മറ്റൊരു പ്രസംഗം, നമ്മൾ അയോധ്യയിൽ പ്രയോഗിച്ച ആയുധം ഇവിടെയും പ്രയോഗിക്കണം എന്നൊരു വ്യക്തിക്കുള്ള പ്രഖ്യാപനം. എന്താർത്ഥത്തിലാണ് BJP വർഗീയ വിഷം ചീറ്റുന്ന രൂപത്തിലേക്ക് ഇത്തരം പ്രശ്നങ്ങളുമായി വന്നത്? ഈ കേരളീയ സമൂഹത്തിൽ നിങ്ങൾക്കറിയുമോ, ശബരിമലയുടെ
സന്നിധാനത്തിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ശ്രീകോവിൽ ആദ്യം എഴുതിച്ചിരിക്കുന്ന ആലേഖനം ചെയ്തിരിക്കുന്ന മഹത്വജനം തത്വമസി എന്നാണ്. എന്താണ് തത്വമസി എന്നതിന്റെ സന്ദേശം? നിങ്ങൾ നമ്മുടെ സുകുമാര അഴീക്കോടിന്റെ തത്വമസി വായിച്ചിട്ടുള്ള ഒരു സരസിലും വേദിയിലും ഉണ്ടാവും. തത്വമസി ഞാൻ നീയാകുന്നു. അയ്യപ്പനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ല. അവിടെ വരുന്നവരും അയ്യപ്പന്മാർ, സന്നിധാനത്തിൽ അയ്യപ്പൻ ഞാൻ നീയാവുന്നു. ഇങ്ങനെ ഒരു സന്ദേശമുള്ള ഒരു ആരാധനയും ലോകത്തെവിടെയുമില്ല. എന്നുവെച്ചാൽ ശബരിമല വിശ്വമാനവയുടെ സന്ദേശമുയർത്തുന്ന ആരാധനാലയമാണ്. ആ വിശ്വമാനവയുടെ സന്ദേശമുയർത്തുന്ന ആരാധനാലയത്തെ ലോകത്തിന്റെ ശ്രദ്ധയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് നാളുകളിൽ കേരളം ഏറ്റവും കൂടുതൽ ആരാധനാലയത്തിൽ കൂടി തന്നെ വളരാനും വികസിക്കാനുമുള്ള അവസരം ഉണ്ടാവും. ശബരിമലയിൽ ഒരു തീർത്ഥാടനം കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്നു പോകുമ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക മേഖലയിലെ പുരോഗതി ബസ്സുകാർക്കായിട്ടും ഓട്ടോറിക്ഷക്കാർക്കായിട്ടും ചായക്കടക്കാർക്കായിട്ടും ഹോട്ടലുകാർക്കായിട്ടും മറ്റു പലവ്യഞ്ജനക്കാർക്കായിട്ടും തുണിക്കടക്കാർക്കായിട്ടും എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന വലിയ രൂപത്തിലുള്ള കച്ചവടങ്ങൾ, ആയിരക്കണക്കിന് ആളുകളുടെ മാനുവൽ ആയിട്ടുള്ള ജോലികളിൽ വരുന്ന അവരുടെ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലങ്ങൾ, നിരവധി തൊഴിലവസരങ്ങൾ, ഇതെല്ലാം ചേർന്ന് ആഗോള തീർക്കാൻ ടൂറിസ്റ്റ് സെന്ററായി ശബരിമല മാറിത്തീർന്നാൽ എത്രയോ വലിയ മുന്നേറ്റങ്ങൾ ഈ കേരളത്തിൽ വരാൻ പോകുന്നു എന്ന കാഴ്ചപ്പാടില്ലേ? ചിന്തിക്കുന്നവർക്കൊരു മനസ്സിലാവില്ലേ? ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് സെന്ററായി ആഗോള തീർത്ഥാടന ആവശ്യമാനുള്ള സന്ദേശം ലോകത്തിന്റെ പിറകിൽ ഉയർത്തിക്കൊണ്ടുവന്നാൽ നിശ്ചയമായും ലോകം കേരളത്തിലേക്ക് ഒഴുകയില്ലേ? ഇത്തരൊരു സന്ദേശമുള്ള, അതും കേരളത്തിൽ വിഭാഗീയ വിധ്വംസക ശിഥിലീകരണ വാസനകൾ തലപൊക്കി ഇന്ത്യ മഹാരാജ്യത്ത് വലിയ രൂപത്തിൽ നമുക്കറിയാം. ഉത്തർപ്രദേശിൽ ഒരു ഘട്ടത്തിൽ BJP സംഘടിപ്പിച്ച ഘോഷയാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ പ്രത്യേകമായി മറകിട്ടിയിരുന്നു. അതെവിടെയാണെന്നറിയുമോ? മുസ്ലിങ്ങൾ താമസിക്കുന്ന മേഖലകളിൽ. ഹൈന്ദവരുടെ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ മുസ്ലിങ്ങൾ താമസിക്കുന്ന മേഖലകളിൽ നിന്ന് ആരും കണ്ടുകൂടാ, അവരെ കണ്ടുകൂടാ. അവിടെ മുഴുവൻ മറകെട്ടി. അത്തരത്തിലുള്ള സംഭവം നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. കന്യാസ്ത്രീകൾക്ക് നിലനിൽക്കാനുള്ള സൗകര്യമില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലും വേട്ടയാടപ്പെടുന്ന സാഹചര്യം വരുന്നു. മതത്തിന്റെ പേരിൽ, ആചാരത്തിന്റെ പേരിൽ, അനുഷ്ഠാനത്തിന്റെ പേരിൽ, പ്രദേശത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും തമ്മിലടിപ്പിക്കുന്ന, അന്യോന്യം അംഗക്കോഴികളെ പോലെ അഞ്ഞടിപ്പിക്കുന്ന അന്തരീക്ഷം തീർക്കാൻ മുന്നോട്ട് വരുന്നു. മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിക്കൊടുക്കാനുള്ള നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. വർഗീയത ഭൂരിപക്ഷമായിരുന്നാലും ന്യൂനപക്ഷമായിരുന്നാലും രണ്ടും രാജ്യത്തിനാപത്താണ്. കേരളത്തിൽ ഒരു മതനിരപേക്ഷ ഗവൺമെന്റാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ എല്ലാ സംഘടിത ഭാഗങ്ങളും എടുത്ത് ശബരിമലയിൽ എത്തുന്ന ഈ ഭക്തന്റെ മതമേതെന്നാരും ചോദിക്കാറില്ല, അവരുടെ ജാതി ഏതെന്നാരും ചോദിക്കാറില്ല. അവിടെ ഷർട്ടിട്ട് പ്രവേശിക്കാം, ഷർട്ടിടാതെ പ്രവേശിക്കാം. അവിടുത്തെ മറ്റാചാരാനുഷ്ഠാനങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കൃത്യമായി ഇങ്ങനെ ഒരു വലിയ മതസൗഹാർദ്ദത്തിന്റെ മഹാമന്ത്രം ഉയർത്തുന്ന, വിശ്വമാനവയുടെ സന്ദേശം ഉയർത്തുന്ന മറ്റൊരു ആരാധനാലയം മറ്റെവിടെ? ആ സന്ദേശം നമ്മളെല്ലാം ആകർഷിക്കുന്നതാണ് തത്വമസി. ആ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രംഗത്ത് ആഗോള പിൽഗ്രിം ടൂറിസ്റ്റ് സെന്ററായി മാറണമെന്ന കാഴ്ചപ്പാടിൽ ഈ വികസന സങ്കല്പങ്ങൾ മുന്നോട്ട് വെച്ച് നീങ്ങിയിട്ടുള്ളത്. അതിന് പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ഈ രംഗത്തെല്ലാം വിപുലവും വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഈ ഗവൺമെന്റ് അതിന് നൽകി വരുന്ന പ്രോത്സാഹനം. കേരളത്തിലെ 1-2 പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ 738 കോടി രൂപയുടെ സഹായങ്ങൾ ദേവസ്വം ബോർഡുകൾക്ക് നൽകിയിട്ടുണ്ട്. ദേവസ്വം ബോർഡുകൾ 100 രൂപ പോലും, ഒരു നയ പൈസ പോലും ഗവൺമെന്റ് സ്വീകരിക്കാൻ നിയമം അനുവദിക്കുന്നില്ല, എടുക്കാൻ കഴിയില്ല. കാരണം അത് സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡാണ്, പരമാധികാരികളാണ്. അവിടുത്തെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഡേ ടു ഡേ ബിസിനസ് നടത്തുന്നത് എല്ലാം ദേവസ്വം ബോർഡുകളാണ്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. ശബരിമലയ്ക്ക് കിഫ്ബി പ്രോജക്റ്റിലൂടെ 116 കോടി രൂപയുടെ എരുമേലിയിലെയും നിലയ്ക്കലെയും കഴക്കൂട്ടത്തെയും ആറ്റിങ്ങലെയും ചെങ്ങന്നൂരിലെയും അടക്കമുള്ള ഇടത്താവളങ്ങൾ ഓൺഗോയിങ് 2 തീർന്നു കഴിഞ്ഞിരിക്കുന്നു, ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഇപ്പൊ കുടിവെള്ള പദ്ധതി അടുത്ത ദിവസം ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി നിലയ്ക്കൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ഈ തരത്തിലുള്ള എല്ലാ വികസന കാര്യങ്ങളും ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അതെല്ലാം ചെയ്തു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ വിശ്വാസി സമൂഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന എല്ലാ നിലപാടും ഗവൺമെന്റിനുണ്ട്. അതല്ലാതെ ദേവസ്വം ബോർഡുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഇടപെടാൻ ഗവൺമെന്റ് അധികാരമില്ല, അവകാശമില്ല, ഇടപെടാറുമില്ല. ഈ കാര്യത്തിൽ അത് ബോർഡാണ് അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പൊ 2019 കൊണ്ടുപോയ ഈ 2 ഘട്ടങ്ങളിലായി കൊണ്ടുപോയ ദ്വാരകപാലകർഷിപ്പവും അതുപോലെ പടിയും കൊണ്ടുപോയതിൽ 1 തിരികെ കൊണ്ടുവരാതിരുന്നതും, അത് ഒളിപ്പിച്ചു വെച്ചതും, സ്വർണം അടിച്ചു മാറ്റിയതും ഉൾപ്പെടെ 1-ാം പ്രതിയിൽ കേന്ദ്രീകരിച്ചെന്നും അന്വേഷണം നടത്തുമ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ കൂട്ടുപങ്കാളികൾ ആരൊക്കെയാണെന്ന് കൃത്യമായി വെളിയിൽ വരണം.
അതിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ രംഗത്താണ് ഈ അടിച്ചുമാറ്റുവൻ തന്നെ ആദ്യം കാണാനില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തി ആഗോള അയ്യപ്പ സംഗമത്തെ കളങ്കപ്പെടുത്തി മറ്റൊരു ദിശയിൽ വിടാൻ വേണ്ടി പരിശ്രമിച്ചത് നേരെ ഉടവാങ്ങ് പോലെ നേരെ വന്ന് അദ്ദേഹത്തിന് തന്നെ പതിച്ച് കൃത്യമായി സത്യം എപ്പോഴായിരുന്നാലും ആ സത്യം വെളിയിൽ വരും. എത്ര മൂടി വെച്ചാലും സത്യത്തിന്റെ വലിയ ശോഭ ഒരു തരത്തിലുള്ള പഴമുറപ്പിനും അത് പറിച്ചു പിടിക്കാൻ കഴിയില്ല. അത് കൃത്യമായി വെളിയിൽ വരുമെന്നുള്ളതിന്റെ ഏറ്റവും നല്ല സൂചനയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് മറച്ചു വെച്ചതിന് ശേഷം ഈ വെളിപ്പെടുത്തലും ഈ ആക്ഷേപം ഉന്നയിക്കാൻ മുന്നോട്ട് വരും തിരിച്ചുവന്ന് അയാളിൽ തന്നെ കണ്ടെടുക്കലും എല്ലാം വന്നപ്പോ അതുകൊണ്ട് അവിടെ നടന്ന 1998 മുതൽ ഇങ്ങോട്ട് എടുത്താൽ അവിടെ പാത്രങ്ങൾ വാങ്ങിച്ചതിൽ മുമ്പ് അഴിമതി നടന്നിട്ടുള്ളത്, ശർക്കര വാങ്ങിച്ചതിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, അന്വേഷണത്തിൽ വെളിയിൽ വരണമെന്ന് തന്നെ എഴുതി കൊടുത്തിരിക്കുന്നു. കൃത്യമായി പഴയകാല കക്ഷ്യങ്ങളുടെ എല്ലാം വെളിയിൽ വരട്ടെ. ഏതായിരുന്നാലും ഈ കാര്യത്തിൽ നമുക്കാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആരുടെയും മുമ്പിൽ ഓച്ചാനിശ്ചയിക്കേണ്ട ഭയപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിൽ കൃത്യമായി അതിന്റെ സുതാര്യമായുള്ള നടപടികളല്ലാതെ മറ്റൊരു നടപടിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഇല്ലെന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഏതെങ്കിലും ഒരു കുറ്റവാളിയെ സംരക്ഷിച്ചതിന്റെ അനുഭവം കേരളത്തിലെ ജനങ്ങൾക്ക് പറയാമോ? ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ ഈ ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല. അത് എക്സോർ വഴി ആരായിരുന്നാലും ശരി അന്വേഷണം സമഗ്രമായി കൃത്യമായി അത് വെളിയിൽ വരണം. ആരായിരുന്നാലും നിയമത്തിന്റെ ദൃഷ്ടിയിൽ വരണം. അവരെ കയ്യാമം വെച്ച് കൽപ്പറങ്ങിലടക്കണം. ആ നിലപാടുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഈ രംഗത്ത് കൃത്യമായി ഈ കുറ്റവാളികളെ ആരെങ്കിലും ഒന്ന് അവലയിക്കാൻ തയ്യാറാകുന്നുണ്ടോ? പ്രതിപക്ഷത്തുനിന്ന്, BJP-യിൽ നിന്ന്, മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തെറ്റായ പ്രകടനങ്ങളുമായി കടന്നു വരികയില്ലേ? 2019 നടന്ന ഞാൻ അസംബ്ലി ചോദിച്ചു. 2019 മാർച്ചിലും ജൂലൈയിലും നടന്ന സംഭവത്തിൽ 2024 മാത്രം മന്ത്രിയായ ധ്യാനത്തിന് രാജിവെക്കണം. അത് സാമാന്യ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തൊരു കാര്യമല്ലേ? സാമാന്യ ബുദ്ധിക്കും ആലോചിച്ചാൽ ഇനി അതെല്ലാം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന് ബന്ധം അറിയാവുന്ന ആളുകൾ ആരെങ്കിലും ഈ ആക്ഷേപം പറയൂ? എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? അപ്പോ ഈ രംഗത്ത് എന്തും വിളിച്ചു പറയാൻ നാവുള്ള ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് ഞാൻ സഭയിൽ തുറന്നു പറഞ്ഞു. മറ്റൊന്നുമല്ല, ഞാൻ 2 സംഭവങ്ങൾ ഈ കഴിഞ്ഞ അസംബ്ലി കാലത്തുണ്ടായി നിങ്ങൾ ശ്രദ്ധപ്പെടുത്താം. ഒന്ന്, ഓണം വന്നപ്പോൾ സപ്ലൈകോയുടെ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പറവൂർ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവിനെ നമ്മുടെ സപ്ലൈകോയുടെ മന്ത്രി ക്ഷണിച്ചു, GR അനിൽ. അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് ഈ പ്രാവശ്യം ഓണം വളരെ സൂക്ഷ്മമായിരിക്കുന്നു, ഇഷ്ടംപോലെ സാധനങ്ങളെല്ലാം ഇപ്പൊ സപ്ലൈകോയുടെ ചന്തയിൽ വന്നിരിക്കുന്നു, പ്രത്യേകം അഭിനന്ദിക്കുന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം വാചാലമായി പ്രസംഗിച്ചു, ഉദ്ഘാടനം ചെയ്തു. ഈ വിഷയം വിലക്കയറ്റത്തിന്റെ അടിയന്തര പ്രമേയം വന്നപ്പോൾ GR അനിൽ ബഹുമാനപ്പെട്ട മന്ത്രി സഭയിൽ പറഞ്ഞു, അല്ലയോ പ്രതിപക്ഷ നേതാവേ, അങ്ങയുടെ മണ്ഡലത്തിൽ സപ്ലൈകോയുടെ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ അങ്ങ് സംസാരിച്ച വാദവും മാത്രം ഞാൻ ഇവിടെ എടുത്തു പറയുന്നു. ഇത് മാത്രം പോരെ ഈ പ്രാവശ്യം എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയാൻ? പ്രതിപക്ഷ ചാടി എഴുന്നേറ്റിട്ട് പറയാണ്, അത് പച്ചക്കള്ളമാണ് മന്ത്രി പറയുന്നത്. കള്ളൻ 2-3 പ്രാവശ്യം വിളിച്ചു, പച്ചക്കള്ളമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പിറ്റേ ദിവസം അതിന്റെ വീഡിയോ ക്ലിപ്പുമായി നിയമസഭയിൽ വന്ന് സ്പീക്കറുടെ കയ്യിൽ എഴുതി കൊടുത്തു, ബഹുമാനപ്പെട്ട സർ, ഇന്നലെ പ്രതിപക്ഷ നേതാവിനെ കള്ളൻ എന്ന് വിളിച്ചു, ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നു. ഇത് അദ്ദേഹം പ്രസംഗിച്ചതിന്റെ വീഡിയോ ക്ലിപ്പ് അങ്ങ് കാണണമെന്ന് പറഞ്ഞ് വെച്ചപ്പോ വാക്കൗട്ട് നടത്തിപ്പോയ പ്രതിപക്ഷ നേതാവ് തിരിച്ചു കയറി സ്പീക്കറോട് കൈകൊണ്ട് പറഞ്ഞു, അങ്ങ് എന്നോട് ക്ഷമിക്കണം, ഞാൻ അവിടെ പ്രസംഗിച്ചു, അധികം സമയമെടുത്തില്ല, 1 മിനിറ്റ് പ്രസംഗിച്ചുള്ളൂ, അന്നേരത്തെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും നാളം കെട്ട അവകാശമായ രംഗം സംഭവിക്കാതെ ഒരു പ്രതിപക്ഷ നേതാവിന് നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാനൊരു സ്ഥലത്ത് പോയി പ്രസംഗിച്ച് ഒരാഴ്ചക്കുള്ളിൽ വന്ന് മീറ്റിംഗ് നടത്തുമ്പോൾ ഞാൻ അവിടെ പ്രസംഗിച്ചില്ലെന്ന് പറയണമെങ്കിൽ അത് സാമാന്യ തലയ്ക്ക് വിവരം ബോധമുള്ളവർ പറയുമോ? ഇങ്ങനെ ഒരു ബോധമുള്ള ഒരാള്, ഇങ്ങനെ ഒരാൾ പ്രതിപക്ഷ നേതാവായാൽ എന്തായിരിക്കും? ഒരാഴ്ചക്കുള്ളിൽ അല്ലെ 10-15 ദിവസക്കുള്ളിൽ പറവൂരിൽ പ്രസംഗിച്ച ഒരു കാര്യം മറന്നു പോവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രതിപക്ഷ നേതാവായിരിക്കാൻ യോഗ്യനാണോ? ഞാനിത് സഭയിൽ തന്നെ സമാധാനങ്ങളിൽ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ ഇറങ്ങിപ്പോയി, ഇങ്ങനെ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായത്. നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളോടല്ലേ മാപ്പ് പറയേണ്ടത്? സഭക്കകത്ത് മാത്രം മാപ്പ് പറഞ്ഞാൽ മതിയോ? ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അല്ല 20 കള്ളനെ വിളിച്ചത് നിങ്ങൾ പച്ചയായിട്ട് ലോകം മുഴുവൻ ടിവികൾ അത് കാണിച്ചതല്ലേ? തിരിച്ചതോടെ കാണിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞെടുക്കാൻ നിങ്ങളാണ് കള്ളൻ. അപ്പൊ ആരാണ് കള്ളനായത്? പ്രതിപക്ഷ നേതാവിന്റെ ക്രെഡിബിലിറ്റി പോയില്ലേ? വിശ്വാസ്യത പോയില്ലേ? ഒന്ന്. രണ്ടാമതൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞു, എത്ര സംഭവങ്ങൾ പറയാൻ പോകുന്നുണ്ട്. ഈ സംഭവം വന്ന 2ാമത്തെ സംഭവം, അവിടെ വാച്ചാൻബാദിനെ ആക്രമിച്ചു.
2-3 MLA-മാർ കൂടി തള്ളി. അവിടുത്തെ വാച്ചന്മാരിലെ മാർഷലിന് ചെറിയ പരിക്ക് പറ്റി. സ്പീക്കർ വീണ്ടും സഭ സമ്മേളിക്കുമ്പോൾ പറഞ്ഞു, വാച്ചന്മാരനെ നിങ്ങൾ ആക്രമിച്ചതിന്റെ ഭാഗമായി മാർഷലിന് കൈക്ക് പരിക്ക് പറ്റി, അദ്ദേഹത്തിന് ശസ്ത്രക്രിയക്ക് ഏറ്റിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ചാടി എഴുന്നേറ്റിട്ട് പറയാണ്, അയാൾ മുമ്പ് ഇവിടെ കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലിക്ക് വന്ന ആളാണ്, പണ്ട് മൈക്കിൽ സംഭവിച്ചു എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ സ്പീക്കറുടെ മറുപടി, ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്ന് നിങ്ങൾ പറയുന്ന ആ മാഷിന് പിരിഞ്ഞു പോയിട്ട് 2 വർഷം കഴിഞ്ഞു, ഇത് പുതിയ മാഷിനാണ്. അപ്പൊ തീർന്നില്ലേ അയാളുടെ കളവ്, 2ാമത്തെ കളവ്. അപ്പൊ എന്തും കേൾക്കുന്നുണ്ട്. കാള വെറ്റുക എന്ന് പറഞ്ഞാൽ കയറെടുത്തു എന്ന് പറയുന്ന നല്ല പ്രതിപക്ഷമാവ്. സ്ഥലകാല പരിസരവും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സംയമനത്തോടെ, സഹിഷ്ണുതയോടെ, സമയത്തോടെ പ്രശ്നങ്ങൾ സമീപിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിന്റെ സൃഷ്ടിപരമായ വിമർശനങ്ങൾ ഉയർത്തിയും ക്രിയാത്മക നിർദ്ദേശവും വെച്ച് പ്രവർത്തിക്കുന്നവരാണ് പ്രതിപക്ഷം. അതാണ് പ്രതിപക്ഷമാവ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉന്നതന്മാരായ ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയും ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പ്രതിപക്ഷ സഭയിലുണ്ടായിരുന്നതാണ്. അദ്ദേഹം ഒരിക്കലും പ്രകോപിതമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ആർക്കും മനസ്സിലാവും. ഇവിടെയോ ഞാൻ എല്ലാത്തിനും അതീതൻ, എന്നേക്കാൾ അതീതനായി ആരുമില്ല എന്ന രൂപത്തിലേക്ക് ചിലപ്പോഴൊക്കെ എഴുന്നേറ്റ് 81 വയസ്സ് പ്രായമുള്ള മുഖ്യമന്ത്രിയെ പോലും മിസ്റ്റർ വിജയൻ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം സംബോധന ചെയ്ത് ആക്രമിക്കുന്ന രംഗം ഒരിക്കൽ അദ്ദേഹം സഭയിൽ വലിയ രൂപത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് കയറി വന്ന് തൊട്ടു പിന്നാലെ ഞാൻ പ്രസംഗിച്ചത്. അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ പിണറായി വിജയനാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്, പക്ഷേ 1000 സതീശന്മാർ വന്നാലും പിണറായി വിജയനാവില്ല എന്ന് ഞാൻ അദ്ദേഹം സഭയിൽ പറഞ്ഞു. നിങ്ങൾ ആ രൂപത്തിൽ ആകാൻ ശ്രമിക്കേണ്ട. അപ്പോ ആ രൂപത്തിലാകാൻ ശ്രമിച്ചുകൊണ്ട് നടത്തുന്ന ഈ കാവട്യങ്ങളും ഈ വലിയ രൂപത്തിലുള്ള കള്ളപ്രചരണങ്ങളും എല്ലാം അദ്ദേഹത്തിന് സ്വന്തമാണ്. ഒരാൾ നേതാവാകുന്നത് ക്രൈസിസ് മാനേജ്മെന്റിലാണ്. ഒരാൾ ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അത് ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരുമ്പോഴാണ് നേതാവാകുന്നത്. അവിടെ ഞാൻ പറഞ്ഞത്, അവിടെ ഓടില്ലാൻ പോയി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് പത്രക്കാരെ ചീത്ത വിളിക്കലല്ല, അത് ജനങ്ങളെ വെല്ലുവിളിക്കലല്ല. ഇതിൽ ജനങ്ങളെ വെല്ലുവിളിക്കലല്ലേ? യഥാർത്ഥത്തിൽ ഈ സൗരയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ വെല്ലുവിളിക്കലല്ലേ? എന്താണ് പ്രതിപക്ഷത്തിന്റെ ഡിമാൻഡ്? അന്വേഷണമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് SIT പ്രഖ്യാപിച്ചാൽ നമ്മൾ ആ കോടതിയെ മാനിക്കണ്ടേ? ആ കോടതിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചാൽ പിന്നെ ബഹളമാകാവോ? പിന്നെ അന്വേഷണം വരുന്ന റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കണ്ടേ? അത് അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോടതി അംഗീകരിക്കുന്നതിലല്ലേ? സാമാന്യ ബുദ്ധിയിൽ നമ്മൾ ആലോചിക്കണ്ടേ? അപ്പൊ യഥാർത്ഥത്തിൽ ആരോടാണ് പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയേണ്ടത്? പ്രതിപക്ഷം മാപ്പ് പറയേണ്ടത് കേരളത്തിലെ ജനങ്ങളോടാണ്, കേരള നിയമസഭയിൽ തന്നെയാണ്. കോടതിയോടാണ് മാപ്പ് പറയേണ്ടത്. നമ്മൾ ആ കോടതിയിൽ പറഞ്ഞു, സർക്കാരിന്റെയും കോടതിയുടെയും നിലപാടുകൾ ഒന്നാണ്. ആ വിധിയെ നമ്മൾ സ്വാഗതം ചെയ്തു. ഏത് തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചാലും അതിന്റെ കൂടെ ഗവൺമെന്റ് ഉണ്ട്. സമഗ്രമായി അത് രംഗത്ത് വരണം. ഇതാണ് ഗവൺമെന്റ് നിലപാട്. കൃത്യമായി അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളെ വിട്ടികളാക്കി മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാൻ കഴിയുമോ എന്ന പാഴ്ശ്രമമാണ്, പാഴ്വേലയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരള നിയമസഭ ഈ പ്രാവശ്യം പാസാക്കിയ ബില്ലുകൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തായ പ്രശ്നങ്ങളുടെ ബില്ലുകളാണ്. അതിൽ അഭിപ്രായം പറയേണ്ട ഒരു പ്രതിപക്ഷമല്ലേ? ഒന്ന്, വന്യമൃഗം ആക്രമിക്കപ്പെടുമ്പോൾ അതിനെ നേരിടാനും അതിന് കവചം തീർക്കാനും ആവശ്യമായ സംരക്ഷണ കവചമായിരുന്നു ഒരു ബില്ല്. മലയോര കൃഷിക്കാരുടെ പ്രശ്നമല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഒരു വീട് മാത്രമുള്ള ആളിന് വ്യക്തി നടപടി സ്വീകരിച്ച് പുറത്തേക്ക് ഇറക്കി വിടരുത്, ഒറ്റ വീട് മാത്രമുള്ളവര് എന്നൊരു സംരക്ഷണ കവചം കൊണ്ടുവരുമ്പോൾ നാട്ടിലെ ആർക്ക് വേണ്ടിയാ? പാവപ്പെട്ടവർക്ക് വേണ്ടിയില്ലേ? ആ ബില്ല് പാസ്സാക്കുന്നവർക്ക് അഭിപ്രായം പറയാനുണ്ടാവണ്ടേ? അതേപോലെ തന്നെ സേവനത്തിന്റെ പുറകിൽ വരേണ്ട വിവിധ വിഷയങ്ങൾ, പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ കാലിവെള്ളത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ദേവസ്വം ബില്ലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കിയിലെ മലയോര കർഷകരുടെ ഭൂപതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ കൂക്കി വിളിച്ചും അവിടെ വാച്ചാന്മാരിനെ ആക്രമിച്ചും അവിടെ തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടും അവർ ആദ്യത്തെ ഘട്ടത്തിൽ 4 അടിയന്തര പ്രമേയം കൊണ്ടുവന്നു, സഭയിൽ ചർച്ചയ്ക്കെടുത്തു. ആ അടിയന്തര പ്രമേയം എടുത്ത് അവതരിപ്പിച്ചു. ചർച്ച ചെയ്തപ്പോ എന്തായി? അവർ പുലിവാല് പിടിച്ചതുപോലെയായി. അവർ അവസാനം പ്രതിക്കൂട്ടിലായി. അതാണ് ആന്റണി പത്രസമ്മേളനം നടത്തേണ്ടി വന്നത്. ആദ്യം പോലീസിനെതിരായിട്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി ഉണ്ടായിരുന്നു. ആ മറുപടി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ ആക്രമിച്ചായിരുന്നു ഒരു തുടക്കം. അടിയന്തരാവസ്ഥയുടെ 2 യാമങ്ങളിൽ ഇന്ത്യൻ പറവകൾ ചിതറിത്തെറിച്ച് വച്ച മനുഷ്യമാംസത്തിന്റെ കഥനകഥകൾ പറയുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. തനിക്കുണ്ടായ അനുഭവം ഈ സഭയിൽ വിശദീകരിച്ച് ഏറ്റുപിടിച്ചുകൊണ്ടായിരുന്നു അത് അവതരിപ്പിച്ച ഒരു യോഗ്യൻ ഇത് അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്നത്.
അതിന് കൃത്യമായി മറുപടി പറയാൻ മുഖ്യമന്ത്രി എഴുന്നേറ്റു. സ്റ്റാലിന്റെ റഷ്യയിലല്ല നടന്നത്, ഇവിടെ ഇന്ത്യയിൽ ആണ് നടന്നത്, കേരളത്തിലാണ് ഇത് നടന്നിരുന്നത് എന്ന സംഭവം മറുപടി പറഞ്ഞു. ആ കാലഘട്ടത്തിലുണ്ടായ സംഭവങ്ങളൊന്നൊന്നായി അദ്ദേഹം വിശദീകരിച്ചു. ശിവഗിരി പോലീസുകാരെ സന്യാസിവര്യന്മാരുടെ തലയടിച്ചു വെട്ടിച്ച സംഭവം, മുത്തങ്ങയിൽ വെടിവെപ്പുണ്ടായി, ആദിവാസിയെ വെടിവെച്ചു വന്ന സംഭവം, മാറാട് 1ഉം 2ഉം കലാപമുണ്ടായി, വലിയ രൂപത്തിൽ 18 ആളുകൾ പടഞ്ഞു വരച്ച സംഭവം, ഇതെല്ലാം UDF ഭരണകാലത്തുണ്ടായ സംഭവങ്ങളല്ലേ. കേരളത്തിൽ ഇന്നെന്തേ വർഗീയ കലാപമില്ലാത്തത്? കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ വർഗീയ കലാപമുണ്ടോ? മാറുണ്ടോ? അല്ലെങ്കിൽ വലിയ തുറയുണ്ടോ? പൂന്തറയുണ്ടോ? തിരുവനന്തപുരമുണ്ടോ? നബിദിന ഘോഷയാത്രയ്ക്ക് നേരെ വെടിവെപ്പുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്താ അതുണ്ടാകാത്തത്? മന്ത്രമായൂര പിച്ചികാരാധന തന്ത്രമല്ലതൻ സംസ്കാര മണ്ഡലം എന്ന് വയലാർ പാടിയതുപോലെ ഈ ഗവൺമെന്റിന്റെ നയം മന്ത്രവും തന്ത്രവും ഒന്നല്ല, മറിച്ച് മറുനിരപേക്ഷതയാണ്. അതിന്റെ പ്രതിഫലനമാണ്. ദുരിതങ്ങളുള്ള മഹാനഗരത്തിൽ ഞാൻ നിങ്ങൾക്ക് നവവത്സരമായി ശംസിക്കുന്നു. തുടയും പ്രാണവേദന കൊണ്ടിരിയും തീയുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നവവത്സരമായി ശംസിക്കുന്നു. കിടമനിട്ട കവിത എഴുതിയത് തിരുവനന്തപുരം ചാലക്കമ്പോളം തെന്ത് ചാമ്പലായപ്പോൾ ചായക്കടയിലെ മണിയമ്പുള്ള വെന്തരിയുന്ന ഗന്ധങ്ങൾ അന്തരീക്ഷത്തിൽ പറന്നു വന്നിരിക്കുമ്പോൾ UDFന്റെ 9 മന്ത്രിമാർ സെക്രട്ടേറിയറ്റിൽ കുത്തിയിരുന്നു. ഗവർണർ രാമേന്ദ്രൻ പോയി ഇറങ്ങിയത് കൊച്ചിയിലാണ്. തിരുവനന്തപുരത്ത് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഇതായിരുന്നു UDF കാലഘട്ടത്തിലെ കേരളത്തിന്റെ പോലീസ് കലാപവും. ഇന്നൊരു കലാപം 9 വർഷക്കാലമായി കേരളത്തിൽ ഉണ്ടായില്ല. എന്തുകൊണ്ട്? മതനിരപേക്ഷ ഗവൺമെന്റാണ് ഈ കേരളം ഭരിക്കുന്നത്. ഒരു മതത്തെ മറ്റൊരു മതത്തിനെതിരായി, ഒരു ജാതിയെ മറ്റൊരു ജാതിക്കെതിരായി തിരിച്ചുവിടുന്ന ശൈലിയല്ല ഈ ഗവൺമെന്റിനുള്ളത്. ഇവിടെ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട്, പരിപാലനമായ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ്. അത് കൃത്യമായി പറഞ്ഞപ്പോ ഒരാളും AK ആന്റണിയെ ന്യായീകരിക്കാൻ സഭയിൽ എഴുന്നേറ്റുന്നില്ല. പിറ്റേ ദിവസം ആന്റണി ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞു, എന്റെ കാലഘട്ടത്തിൽ ശിവഗിരിയിലും മുത്തങ്ങയിലും ഒക്കെ സംഭവം നടന്നു. എന്താണ് അതിനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയാൻ എന്റെ കൂട്ടത്തിലും ആരും അവിടെ എഴുന്നേറ്റ് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിക്കേണ്ടി വന്നത്. അപ്പോ ബഹുമാനായ AK ആന്റണിയെ പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത പ്രതിപക്ഷമായി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇക്കാര്യത്തിൽ അന്നുണ്ടാകാൻ കാരണം എന്താണെന്ന് പറയണ്ടേ? പ്രതിരോധത്തിലായി ആ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്നു വിലക്കയറ്റത്തിന്റെ പ്രശ്നം വന്നപ്പോൾ ചർച്ച ചെയ്തപ്പോ ഈ ഓണക്കാലഘട്ടം വളരെ സൂക്ഷ്മമായി മുന്നോട്ട് പോയി. കൺസ്യൂമർ ഫെഡും അതുപോലെ തന്നെ സപ്ലൈകോയും സാധനങ്ങൾ എത്തിച്ചു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. പെൻഷൻ എല്ലാം കൊടുത്തു. സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം വന്നു. ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം വന്നു. ഇതെല്ലാം ചർച്ച ചെയ്ത് വന്നപ്പോ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതും തന്നെ അവസാനം ഊരിയെടുക്കാൻ മേലാതെ ഇറങ്ങാൻ ആ പൂരി മാതിരിയായി പോയ രംഗം കാണുന്ന രംഗം കണ്ടു. അപ്പൊ അത്തരം സ്ഥിതിയിലെത്തിയ വിഷമകരമായ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് കേരളത്തിൽ പുതിയൊരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുക എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഈ രംഗത്ത് യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചും ഒപ്പം വ്യാജ പ്രചരണങ്ങളുമായി കടന്നുവെന്നും ഇന്ന് കലാപശ്രമമുണ്ടാക്കി മുന്നോട്ട് പോകുന്ന രൂപത്തിലേക്ക് വരുന്നത്. കേരളീയ സമൂഹം ഇതെല്ലാം തിരിച്ചറിയുന്നു. കേരളീയ സമൂഹം ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്നവരാണ്, വിവേകശാലികളാണ്, സംസ്കാര സമ്പന്നരാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പ്രധാനന്മാർ, ജനപ്രതിനിധികൾ ദാസന്മാരായിരിക്കണമെന്നാണ് ജനാധിപത്യത്തിന്റെ സങ്കല്പം. അത് കൃത്യമായി ഈ കേരളത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നിശ്ചയമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഏതാണ്ട് 9.5 വർഷം പൂർത്തീകരിച്ച് അത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളീയ സമൂഹം വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന ആശയം അർത്ഥപൂർണമാക്കാൻ അവസരം കാത്തു നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്ന ഭീതിയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 3ാം പ്രാവശ്യവും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലും ഇന്ന് കേരളത്തിലെ സമൂഹത്തിനില്ല. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി ശരിയായ ദിശയിൽ എല്ലാ അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളെയും ഇന്ന് ബഹുഗുണമുണ്ട്. എല്ലാവരും ഇത് ചില മാധ്യമങ്ങളിൽ കൂടി മാത്രം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന കാലഘട്ടം പോയിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി അതുപോലെ തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സഭാ ടിവികളും എല്ലാം ഉള്ളത് കൊണ്ട് യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രശ്നത്തെ സമീപിക്കാൻ വിവേകശാലികൾക്ക് കഴിയും, സംസ്കാര സമ്പന്നർക്ക് കഴിയും. ആ നിലയിൽ ഈ നിലയിൽ മുന്നോട്ട് വരാനും ഒപ്പം അതിനുവേണ്ടി മറ്റു രൂപത്തിൽ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ഈ മൈതാനത്തെ കൊടിമരം തകർത്തുകൊണ്ടോ ഞങ്ങളുടെ പാവപ്പെട്ട തൊഴിലാളി സഹാക്കളെ ആക്രമിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ടതില്ല. അങ്ങനെ ഞങ്ങളെ ആക്രമിച്ചും കൊടിമരം പിഴുതും ഞങ്ങളെ കളയാനായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഭൂമുഖത്ത് ഉണ്ടാകുമായിരുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാരും ഒക്കെ ഒരു കാലഘട്ടത്തിൽ കെട്ടിവെച്ച കാശ് കിട്ടാത്ത കാലഘട്ടത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ വന്നവരാണ് ഞങ്ങളൊക്കെ.
അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ പ്രവർത്തനം നടത്തിയവരാണ്. സംഘടിക്കാനും സഞ്ചരിക്കാനും സംസാരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ പൗരാവകാശ ദംശനങ്ങൾക്കെതിരെ പടവാളികൾ എന്ത് വരാം, ജനാധിപത്യാവകാശങ്ങൾക്കെതിരെ പോരാട്ടം നയിച്ചു വന്നവരാം. അതുകൊണ്ട് തന്നെ ഓലപ്പാമ്പിട്ട് പീഡിപ്പിച്ച് വലിയ അക്രമങ്ങൾ രക്ഷപ്പെട്ടും ഇതെല്ലാം നശിപ്പിച്ചും ഞങ്ങളെ അങ്ങ് ശരിപ്പെടുത്തി കളയാം എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സഹാക്കളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാമെന്നാണ് എനിക്കവരോട് പറയാനുള്ളത്. ആ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഈ സന്ദർഭത്തിൽ ഈ നാട്ടിലെ ബഹുജനങ്ങൾ, ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ, അവരാണ് ഞങ്ങൾക്ക് ഈ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി ഞങ്ങൾ മുൻപിൽ കാണുന്നത്. അവർ യാഥാർത്ഥ്യബോധത്തോടെ ഈ പ്രശ്നത്തെ സമീപിക്കാനും അത് മനസ്സിലാക്കാനനുസരിച്ച് പ്രതികരിക്കാനും മുന്നോട്ട് വരണമെന്ന് നിങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.